അപ്പോൾ എല്ലാ വണ്ടി പ്രമേയവും പുതിയൊരു വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് വെച്ചാൽ ഹൈക്രോസ് GX ആണ്. അപ്പം പുതിയൊരു വെഹിക്കിൾ വന്നിരിക്കുന്നത് നമുക്ക് നെടുമങ്ങാട് നിന്നാണ്. കസ്റ്റമർ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ ഷോപ്പിൽ വന്നതാണ് കേട്ടോ. കാര്യം ഞാൻ 10 മണിയായി ഷോപ്പിലെത്തിയപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞാണ് ഒരു 9 മണിയാവുന്ന നേരത്തെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഹർത്താലിൻ്റെ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങി അവിടെ ഒരു 7 മണിയാകുമ്പോൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. കുറച്ച് നേരം സ്റ്റേ ചെയ്ത് പുള്ളി ഇവിടെ വന്ന് എന്നെ കണ്ടു, കാര്യങ്ങളെല്ലാം ഡീറ്റെയിലെല്ലാം കറക്റ്റ് ചെയ്ത് എന്തൊക്കെ പ്രോഡക്റ്റുകൾ എങ്ങനെയൊക്കെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ക്ലിയർ ആക്കിയ പോയപ്പോൾ ഏകദേശം ഉച്ച 1 മണിയായി കേട്ടോ. അപ്പോൾ ഈ വർക്ക് നമുക്ക് 1 ഡേ വർക്കാണ്. അപ്പോൾ നാളെ വൈകിട്ട് ഡെലിവറി ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ടൈപ്പ് 2 ഗ്രില്ല്, അതായത് GR ടൈപ്പ് 2 ഗ്രില്ല്. പോരാതെ തന്നെ നമുക്കൊരു ട്രൈ കളർ ഫോഗ് ലാമ്പ്, ആൽഫ്രഡ് ടൈപ്പ്, അതിനുള്ള DRL. അപ്പോൾ ഒരു ന്യൂ മോഡൽ DRL ആണ്. പിന്നെ അതേപോലെ ഒരു ടൈലൈറ്റ്, ലെക്സർ ടൈലൈറ്റ്, റിഫ്ലക്ടർ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ ഒരു എംടെക്കിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് 2-3 ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് വൈറ്റ് വണ്ടികൾ വരുന്നുണ്ട്. ഇതൊരു VX വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഒരു ZX ഒരു വെഹിക്കിളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുൾ എക്സസറീസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് എടുത്ത പ്രോഡക്റ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ മാറാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടൈപ്പ് 2 ഗ്രില്ല്. അതേപോലെ തന്നെ ആൽഫ്രഡ് ടൈപ്പ് DRL. ഇതൊരു നല്ല ഡിസൈനാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. നമ്മൾ സാധാ മറ്റേ OEM ആയിട്ട് വരുന്ന ടൈപ്പ് DRL ആണ് ചെയ്യുന്നത്. ഇത് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു DRL എടുത്തത്. പിന്നെ നമുക്കൊരു ഹെല്ലൊരു ടിങ് ടോൺ ഹോണ്, പിന്നെ നമ്മൾ ട്രൈ കളർ ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ നമ്മളെ റിഫ്ലക്ടർ അല്ലേ. പിന്നെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ടൈലൈറ്റിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു. പുള്ളിക്ക് വെട്ടം അത്യാവശ്യം നല്ലോണം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി സെലക്ട് ചെയ്തതാണ് ലെക്സസ് ടൈൽ ലാമ്പ് റെഡ് കേട്ടോ. അപ്പോൾ റെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5D മാറ്റാണ്. അത് ക്യൂബ് പ്രോ മാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു 5D മാറ്റും, പിന്നെ നമുക്ക് എംടെക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സൈഡ് പുഷപ്പാണ് കേട്ടോ ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്തുള്ള വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് ലോഡ് ചെയ്തതിന് ശേഷം ഓരോന്ന് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മളിത് ഫുള്ള് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് എടുക്കാം. ഇത് രണ്ടിൽ ഏതാണ് നടക്കുന്നത് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹൈക്രോസ് GX വരെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ടൈപ്പ് 2 ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു ഒറിജിനൽ ടൊയോട്ട ലോഗോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രില്ല് തന്നെ വേണം. പക്ഷേ ക്രോമോ കാര്യങ്ങളൊന്നും വേണ്ട, ബ്ലാക്ക് ആയിരുന്നാൽ മതി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ഗ്രില്ലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോഗോയും കാര്യങ്ങളും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ അഡാസ് ഉള്ള വെഹിക്കിൾസിന് നമ്മൾ ഈ ഒരു ഗ്രില്ലാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ അഡാസും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് തന്നെ എൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അതായത് പ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ 4 ഗ്രില്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഹൂട്ട് ടെംപ്ലം ആഡ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞാണ് ഹൈക്രോസിന് വേണ്ടിയിട്ട് ഹൂട്ട് ടെംപ്ലം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്തു. പിന്നെ ഈ ഒരു ആൽഫ്രഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈല് നമ്മൾ വരുന്ന DRL ആണ്. അപ്പോൾ ആൽഫ്രഡ് ടൈലൈറ്റ് ഉണ്ട്, ആൽഫ്രഡ് ഹെഡ് ലാമ്പ് ഉണ്ട്, അതേപോലെ ആൽഫ്രഡ് DRL ആണ്. ഞാൻ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കൂടെ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ DRLിനകത്തുള്ള ഇൻഡിക്കേറ്ററിൻ്റെ വർക്കിംഗ് രീതി കണ്ടില്ലേ. അപ്പോൾ നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നമ്മൾ സാധാരണ ചെയ്തു വരുന്ന ആ ഒരു DRLിനെക്കാളും ഇച്ചിരി കൂടെ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു പോർഷനാണ് നമുക്ക് ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു പോർഷനാണ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ മറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ OEM ആയിട്ട് തന്നെ അടക്കം വരുന്ന പാഡിൽ തന്നെയാണ് നമുക്ക്, അതായത് ആ ബെസലിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സെൻസർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് സെൻസറിനകത്ത് ആ ബെൻസിൽ നിന്ന് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് അല്ലാതെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ട്രൈ കളർ നമ്മൾ GPIൻ്റെ ഫോഗ് ലാമ്പ്, ഹൈയും ലോയും വർക്ക് ആവുന്ന ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആ പടായിട്ട് പിന്നെ ഉള്ള വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിങ് ടോൺ എല്ലാവരും ഹോണാണ്. അത് ഉൾവശത്താണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹോഡ്. അതേപോലെ തന്നെ GR സ്പോർട്ടിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈപ്പ് 2 മാത്രമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് 2 ഗ്രില്ല് എന്ന് പറയുന്നത്. വെച്ചാൽ ഒറിജിനൽ ഗ്രില്ലിൻ്റെ മാതിരി വരുന്ന അടുത്തൊരു മോഡലായതുകൊണ്ടാണ് ടൈപ്പ് 2 ഗ്രില്ലെന്ന് പറയുന്നത്. അതേപോലെ GRനും ടൈപ്പ് 2 വരുന്നുണ്ട്. ഇത് GRൻ്റെ ടൈപ്പ് 2 അല്ല, നമ്മളെ OE ടൈപ്പിൻ്റെ ടൈപ്പ് 2 ഗ്രില്ലാണ്. അത് GRൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രില്ല്, അതേപോലെ DRL, ട്രൈ കളർ ഫോഗ് ലാമ്പ്, ഒരു ഹോണ് മാത്രമാണ്. അതേപോലെ സൈഡിലേക്ക് വരാൻ നേരത്തെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എംടെക്കിൻ്റെ ഒരു പുഷപ്പ് തന്നെയാണ്. നമുക്ക് ഒരു 300 കിലോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഷപ്പ് തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരാൻ നേരത്തെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെക്സസ് ടൈലൈറ്റ് മാത്രമാണ് കേട്ടോ. ലെക്സസ് ടൈലൈറ്റും അതേപോലെ തന്നെ ഈ ഒരു റിഫ്ലക്ടർ മാത്രമാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക്
ഉള്ളിലേക്ക് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല, ഉള്ളിലോട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ PPF കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു സ്കപ്ലേറ്റ് വരുന്നുണ്ട് സ്റ്റീലിൽ, അത് നമ്മൾ ആഡ് ചെയ്തിട്ട് കാര്യം PPFിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നാളെ രാവിലെ നടക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വർക്ക് ഇലക്ട്രിക് വർക്കുകളായിരുന്നു കംപ്ലീറ്റ്, ഇലക്ട്രിക് വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കസ്റ്റമർ ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്, നാളെ മെറ്റൽ റൂഫ് റെയിലാണ്, അത് പുള്ളി കൺഫേം ആക്കിയിട്ടില്ല, അത് നെക്സ്റ്റ് ഡേ വന്നിട്ട് കൺഫേം ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മളൊരു അടുത്തൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറിൻ്റെ ഒരു ഓഡിയോ വർക്കാണ് കേട്ടോ, ഫുള്ള് ഓഡിയോ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ആ വർക്കായിട്ടാണ് നമ്മൾ ഇനി അടുത്ത് വരാൻ പോകുന്നത്. നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തിരികെ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.